ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളുടെ സബ്ജക്റ്റ് ബിൽഡിംഗ് സർവീസ് അതിലത്തെ ആദ്യത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളല്ല നമ്മൾ സ്റ്റാർട്ടിങ് എടുക്കാൻ പോണത്, സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ മുഴുവനായിട്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ആ ഒരു കോൺസെപ്റ്റുകൾ ഇതുവരെ കേൾക്കാത്തതായതുകൊണ്ട് അത് നമ്മൾ ഏറ്റവും അവസാനമായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓർഡർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം സെക്കൻഡ് മൊഡ്യൂൾ, പിന്നെ തേർഡ് മൊഡ്യൂൾ, പിന്നെ ഫോർത്ത് മൊഡ്യൂൾ, പിന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി പഠിക്കണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം സപ്ലൈ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയ്യണത്? ശരിക്കും പറഞ്ഞാൽ വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവണമെന്നില്ല. ഓക്കെ, എല്ലാ സ്ഥലവും കേരളത്തിനെ പോലെ ആവണമെന്നില്ല, അല്ലേ? കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഓരോ വീടുകൾക്കും ഓരോ കിണർ എന്ന രീതിയിൽ നമ്മളുടെ വീടുകളിൽ തന്നെ കിണറുണ്ട്, അല്ലേ? അപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ മിക്കവാറും നമ്മളുടെ കുറച്ചെന്താണ് റൂറൽ ഏരിയാസാണ് നമുക്ക് കൂടുതലുള്ളത്, അല്ലേ? അർബൻ ഏരിയ ഒക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് സിസ്റ്റം ആണെങ്കിൽ അവിടെ ഇപ്പോൾ നമുക്ക് കിണർ എന്നുള്ള സൗകര്യം നമുക്ക് ഒരിക്കലും പ്രാബല്യത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ബേസിക്കലി പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റി ഏരിയാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം സപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അവർക്ക് ചെറിയൊരു സ്പേസിലൊരു കിണറോ അല്ലെങ്കിൽ വലിയൊരു വാട്ടർ സപ്ലൈ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ സപ്ലൈ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ ഉണ്ട്. നമ്മളെ എൻവയൺമെൻറ്റൽ, ഇപ്പോൾ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ BTech ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ MTechന് എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു സബ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട് MTechന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒരു വിഭാഗമാണ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ശരിക്കും സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നാണ്, നമ്മുടെ സ്രോതസ്സിൽ നിന്ന് വെള്ളം എടുക്കുന്നത് മുതൽക്ക് നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നിങ്ങളുടെ കേസിലാവുമ്പോൾ നമ്മൾ കൂടുതൽ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ് വാട്ടർ സപ്ലൈ? ഓക്കെ, എന്തിനു വേണ്ടി, അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, ശരിക്കും എന്തുകൊണ്ടാണ് നമ്മളത് പഠിക്കണത്? അപ്പോൾ വെള്ളം സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു വെള്ളം സപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ലേ? നല്ല കുടിക്കാൻ യോഗ്യമായ വെള്ളം വേണം നമുക്ക് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എവിടെയായിരിക്കും? ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ സപ്ലൈയിലാണ്. സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് വാട്ടർ സപ്ലൈയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ ടു ദ കൺസ്യൂമർ. സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ ചെയ്യണത് നമുക്ക് പലതരത്തിലുള്ള വെള്ളം സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആകെ നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ വീട്ടിൽ വരുന്ന വെള്ളം, പൈപ്പത്തെ വെള്ളം തുറക്കുമ്പോൾ തന്നെ ആകെ ഒരു കളർ വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു വെള്ളം നമ്മൾ കുടിക്കുമോ? സ്വാഭാവികമായിട്ടും ഇല്ല. അപ്പോൾ സപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനത്തെ വെള്ളം വേണം സപ്ലൈ ചെയ്യാനായിട്ട്? സേഫായിട്ടുള്ള വെള്ളം വേണം സപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, സേഫ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് വരാത്ത രീതിയിലുള്ള വെള്ളത്തിനെയാണ് സേഫ് എന്ന് പറയുന്നത്. അതിൽ പലതരത്തിലുള്ള മിനറൽസ് ഉണ്ടാവും. ആ മിനറൽസ് ഓപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവണം. ഓപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിശ്ചിത അളവ്, അതിനെക്കാട്ടി കൂടാൻ പാടില്ല. അങ്ങനെ കൂടുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരിക. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സേഫ് ആൻഡ് ഹോൾസം വാട്ടർ ടു ദ കൺസ്യൂമർ. ഓക്കെ, പിന്നെന്താണ്? ടു സപ്ലൈ വാട്ടർ ഇൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി. ഈ സപ്ലൈ വാട്ടർ ഇൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് വേണം വെള്ളം വരാനായിട്ട്. അല്ലാതെ വെള്ളം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടാപ്പ് തുറക്കുമ്പോൾ ഒരു തുള്ളി ഇങ്ങനെ വരികയാണ്, ഇറ്റിറ്റായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ അനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കുക, ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ മലപ്പുറമാണ്, അല്ലേ? മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ? മലപ്രദേശമായിട്ടാണ്, അല്ലേ? ഫുള്ള് കുന്നും മലകളും
അല്ലെ, താഴ്ചയും ഒക്കെ ഉള്ള ഏരിയ ആണ് നമ്മളുടെ ഒരു മലപ്പുറം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാം മലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നിരപ്പുള്ള സ്ഥലങ്ങളും ഉണ്ട് അല്ലേ, ഭൂപ്രകൃതി മാറി മറിയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഇപ്പോൾ നിങ്ങളുടെ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ കോളേജ് തന്നെ എടുക്കുക. ഇപ്പോൾ കോളേജ് ഉള്ളത് നല്ലൊരു കുന്നിൻ്റെ മണ്ടയ്ക്കും, അതേപോലെ തന്നെ നമ്മളുടെ ആലത്തൂർപ്പടി എന്ന് പറഞ്ഞ അങ്ങാടി കുറച്ച് താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ പൈപ്പ് ലൈൻ എപ്പോഴും ഏത് വഴി കൂടിയാണ് നമ്മൾ പൈപ്പ് ഇടുക? എപ്പോഴും നമ്മളുടെ എന്താണ് റോഡിൻ്റെ സൈഡ് അല്ലേ, സൈഡിലായിരിക്കും നമ്മളെപ്പോഴും എന്തിടുക? നമ്മളുടെ പൈപ്പ് ലൈനിൻ്റെ വാട്ടർ സപ്ലൈക്കുള്ള പൈപ്പ് ഇടുക. ഓക്കെ, അപ്പോൾ അങ്ങനെ പൈപ്പ് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്താണ് ആ ഒരു പൈപ്പ് ആലത്തൂർപ്പാടി അങ്ങാടി കൂടെയാണ് പോകുന്നത് വിചാരിക്കുക. മെയിൻ പൈപ്പ്, വെള്ളം ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ഈ ആലത്തൂർപ്പാടി അങ്ങാടി കൂടെ പോകണത് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു സബ് പൈപ്പാണ് നമുക്ക് വരുന്നത്, സബ് മെയിൻ ആണ് വരുന്നത് വിചാരിക്കുക. ആ സബ് മെയിൻ പൈപ്പ് ഇങ്ങനെ മുകളിലേക്ക് കയറി വരികയാണെന്ന് വിചാരിക്കുക, നമ്മുടെ കോളേജിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? പ്രഷർ വേരിയേഷൻ ഉണ്ടാവും അല്ലേ, കയറ്റാണ് ഉള്ളത്. അപ്പോൾ കയറ്റം കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന്. അപ്പോൾ അങ്ങനെ കയറിയിട്ട് നമ്മുടെ കോളേജിലേക്ക് എത്തുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സിൽ പറയണത്. ഓക്കെ, ടു സപ്ലൈ വാട്ടർ ഇൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി. പിന്നെന്താണ്? ടു സപ്ലൈ വാട്ടർ അറ്റ് കൺവീനിയൻറ്റ് പോയിന്റ്. മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാം. കൺവീനിയൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എന്താ പറയുക, വാട്ടർ അതോറിറ്റിത്തെ ഒരു അധികാരിയാണെന്ന് ഞാൻ വിചാരിക്കുക, നിങ്ങൾ വിചാരിക്കുക ഞാനാണ് ആ ഒരു അധികാരി. അപ്പം നിങ്ങൾ വന്നിട്ട് എന്നോട് വന്ന് ചോദിക്കുക, സാറേ എൻ്റെ വീട് ഇന്ന ഏരിയയിലാണ്, കുറച്ച് ഉൾപ്രദേശമാണ്, ബുദ്ധിമുട്ടാണ് അതുകൂടെ പോകാനൊക്കെ, എന്നാലും എനിക്കൊരു എന്ത് വേണം, ടാപ്പ് പ്രൊവിഷൻ വേണം, വെള്ളത്തിൻ്റെ സപ്ലൈ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാനൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അപേക്ഷ എനിക്ക് തരികയാണെങ്കിൽ വിചാരിക്കുക, എന്നിട്ട് ഞാൻ പറയുകയാണ് പറ്റൂല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. എവിടെയാണോ ആൾക്കാർ ചോദിക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നമ്മൾ അവിടെ ഒരു ടാപ്പ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിൽ പറയണ മൂന്നാമത്തെ പോയിന്റ്. പിന്നെന്താണ് നാലാമത്തെ പോയിന്റായിട്ട് പറയണത്? റീസണബിൾ കോസ്റ്റിൽ വേണം നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട്. റീസണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പം നിങ്ങളുടെ കറണ്ട് ബില്ലുണ്ട്, കറണ്ടിൻ്റെ ബില്ല് എങ്ങനെയാണ്? നിങ്ങൾ മീറ്ററൊക്കെ ഇല്ലേ വീട്ടിൽ മീറ്റർ വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മീറ്റർ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ അനുസരിച്ച് അതിൽ ഓരോ യൂണിറ്റ് ഇങ്ങനെ ഉണ്ടാവും. ആ യൂണിറ്റിൻ്റെ അനുസരിച്ച് ഈ നിശ്ചിത അളവ് യൂണിറ്റിന് ഇത്ര എമൗണ്ട്, അതിന് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ എമൗണ്ട്, അങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ ഒരു 200-300 യൂണിറ്റ് ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് എത്രയാവും? 1000ൻ്റെ മുകളിൽ പോകും അല്ലേ. 250 ആണെങ്കിൽ ഒരു 800-300 കടന്നു കഴിഞ്ഞാൽ 1200 ആ റേഞ്ചിൽ പോകും. പിന്നെ 400 ആയി കഴിഞ്ഞാൽ അതിനെക്കാട്ടി കൂടും. അങ്ങനെയാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കേസിൽ ഇതേപോലെ ആണെങ്കിൽ ആരെങ്കിലും വെള്ളം വാങ്ങിക്കുമോ? ഇല്ല അല്ലേ. അത്രയും ഗതികേടുള്ളവർ മാത്രമേ വെള്ളം എടുക്കുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് റീസണബിൾ കോസ്റ്റ്, കറണ്ടും വെള്ളവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. വെള്ളം നമുക്ക് എങ്ങനെയാണ്? ലിറ്റേഴ്സ് കണക്കിന് വരിക, മില്യൺ ലിറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുക. അതിനും ഇതേപോലെയാണ് വെള്ളം ഉപയോഗിക്കണതെങ്കിൽ, നമ്മൾ കറണ്ട് ഉപയോഗിക്കണ പോലെ ചാർജ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ലക്ഷക്കണക്കിന് പൈസ കൊടുക്കേണ്ടി വരും ഒരു മാസം. അത് നമുക്ക് ഒരിക്കലും യോഗ്യമല്ല. നമ്മൾ അതിൻ്റെ അനുസരിച്ച് വേണം, അതിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ അനുസരിച്ച് റീസണബിൾ വിലയിൽ, തുച്ഛമായ വിലയിൽ വേണം ഉപഭോക്താക്കൾക്ക് എന്ത് കൊടുക്കാനായിട്ട്? വെള്ളം കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ആൾക്കാർ സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലേക്ക് ആൾക്കാരും ചോദിച്ചു വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി പറയുന്ന 4 ഒബ്ജക്റ്റീവ്സ്. എന്താണ്? ടു സപ്ലൈ സേഫ് വാട്ടർ, സേഫ് ആൻഡ് വോൾസം വാട്ടർ ടു ദ കൺസ്യൂമർ. സേഫ് ആയിട്ടുള്ള വെള്ളം, നല്ല വെള്ളം വേണം സപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെന്താണ്? സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രഷർ എന്ന് ആലോചിച്ചാൽ മതി. പ്രഷറിന് വേരിയേഷൻ വരാൻ പാടില്ല, ഒരേ പ്രഷറിൽ വേണം എല്ലായിടത്തും കിട്ടാനായിട്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എവിടെ വേണമെങ്കിലും നമ്മൾ കൊടുക്കണം. എവിടെ നിന്നാണോ നമുക്ക് എന്താ പറയുക കൺസ്യൂമേഴ്സ് ഉള്ളത് അവിടെയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം വെള്ളം. ഓക്കെ. നാലാമതായിട്ട് എന്താ പറയണത്? റീസണബിൾ കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ. പ്രഷർ, കോസ്റ്റ്, സേഫ് വാട്ടർ, അതേപോലെ കൺവീനിയൻറ്റ് പോയിന്റ്. ഈ 4 പോയിന്റും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഇനി നമ്മൾ പറയണത് ഏതൊക്കെ തരത്തിൽ വേണം നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുക. ഓരോ വീടുകളിലും ഇപ്പം നമ്മളെ സിറ്റി ഏരിയയിലാണെങ്കിൽ നമ്മൾ 2 രീതിയിൽ വാട്ടർ സപ്ലൈ ചെയ്യാറുണ്ട്. ഒരു സിസ്റ്റമാണ് കണ്ടിന്യൂസ് സിസ്റ്റം, രണ്ടാമത്തെ സിസ്റ്റമാണ് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം. എന്താണ് കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ
ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് ആ ഒരു പേരിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നമുക്ക് വെള്ളം ഉണ്ടാവും. ഓക്കെ, 24 hours നമുക്ക് എന്തുണ്ടാവും? വാട്ടറിൻ്റെ സപ്ലൈ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആൾക്കാരെന്താണ്? കണ്ടമാനം വെള്ളം ഉപയോഗിക്കും. ഓക്കെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. 24 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് എന്ത് ഗുണം? ആ ഒരു സിസ്റ്റത്തിൻ്റെ ഗുണം. 24 hour വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് അതുകൊണ്ട്? എന്താണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് സ്റ്റോർ ചെയ്തേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, ചില സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ ഉപയോഗിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കുക. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് രാവിലെ 6 മണി മുതൽക്ക് 8 മണി വരെ വെള്ളത്തിൻ്റെ സപ്ലൈ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ക്യാനിലോ ഡ്രമ്മിലൊക്കെ സ്റ്റോർ ചെയ്യും. നിങ്ങളുടെ എന്താണ് ഓവർ ഹെഡ് വാട്ടർ ടാങ്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ ടാങ്കിൽ മുകളിലത്തെ ടാങ്കൊക്കെ നിറച്ച് വെക്കും. പറ്റാവുന്നിടത്തോളം പരമാവധി വെള്ളം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് ഒരു പരിധി വരെ ഉപയോഗിക്കുള്ളൂ. പരിധി വരെ ഉപയോഗിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൂല എന്നല്ല ഞാൻ പറയണത്, ആവശ്യത്തിനേ ഉപയോഗിക്കുള്ളൂ അല്ലേ. ഇപ്പോൾ നിങ്ങൾ കുളിക്കാനൊക്കെ ആണെങ്കിൽ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ കിണറിന്ന് നമ്മൾ കോരി കുളിക്കുകയാണെങ്കിൽ നമ്മളൊരു പരിധി വരെയല്ലേ വെള്ളം ഉപയോഗിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു സമയം വരെ, നിശ്ചിത സമയം വരെയാണ് വെള്ളം സപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പരിധി വരെ ഉപയോഗിക്കുള്ളൂ. അതന്നെ 24 മണിക്കൂർ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ഷവർ അങ്ങ് ഓൺ ചെയ്യും. പിന്നെ അങ്ങ് ഒരു ആനേനെ കുളിപ്പിക്കണ പോലെയാണ് അല്ലേ. 1/4 മണിക്കൂർ ആ വെള്ളത്തിൽ ഇരുന്നാണ്ട് ആർമാദിക്ക് തന്നെ അല്ലേ. പലവരും പലതരത്തിലായിരിക്കും. ചിലവരതൊക്കെ കാക്കക്കുളിയായിരിക്കും, ചിലവരത് എങ്ങനെയായിരിക്കും 1/4 മണിക്കൂർ അങ്ങ് ആർമാദിച്ച് കുളിക്കും. ഷവർ അങ്ങ് ഓൺ ചെയ്യും. ചിലവർ ബാത്ത് ടബിൽ കുളിക്കും അല്ലേ. അങ്ങനെ കുളിക്കണവരൊക്കെ പലവരും ഉണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ വേസ്റ്റേജ് കൂടാനുള്ള സാധ്യതകൾ ഏതിലായിരിക്കും? കണ്ടിന്യൂസ് സിസ്റ്റത്തിലായിരിക്കും കൂടുതലുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ പൈപ്പ്, ഈ പൈപ്പ് ലൈനിൽ കൂടെയാണല്ലോ വെള്ളം വരിക വീട്ടിലേക്ക്. ആ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ കുറേ വെള്ളം വേസ്റ്റായിട്ട് പോകും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ ഒരു പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പ് ഉണ്ട്. ആ പൈപ്പിൽ എവിടെയോ പൊട്ടലോ ചീറ്റലൊക്കെ വന്നു. പൊട്ടലോ ചീറ്റലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ അധികാരികൾ നമുക്കറിയണത് തന്നെ, പൊട്ടി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഒരു വന്നിട്ട് അത് നേരാക്കാൻ നോക്കുക. അല്ലെങ്കിൽ രാവിലെയാണ് പൊട്ടിയതെങ്കിൽ വൈകുന്നേരം ആയിരിക്കും വരിക. അപ്പോഴത്തേക്ക് എത്ര വെള്ളം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ആകുമ്പോൾ എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേസ്റ്റ് ആവണത് കൂടുതലായിരിക്കും. ഓക്കെ, വാട്ടർ വേസ്റ്റേജ് കൂടുതലായിരിക്കും. പിന്നെന്താണ് കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി സിസ്റ്റം ആയിരിക്കും. അത്രയും പ്രഷറിൽ വെള്ളം വരും. അതുകൊണ്ട് ഒരു കോസ്റ്റ്ലിയർ സിസ്റ്റം ആയിരിക്കും കണ്ടിന്യൂസ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എങ്ങനെയായിരിക്കും? ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചു കാലം മുന്നത്തെ കാര്യം വേണമെങ്കിൽ പറയാം. ഇപ്പോഴത്തെ കാര്യം അതേപോലെ ആണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. കുറച്ചു കാലം മുന്നൊക്കെ ആണെങ്കിൽ ആൾക്കാരൊക്കെ, ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ 5 മണി 5:30 ആകുമ്പോൾ എണീക്കും. വീട്ടിൽ പലതരത്തിലുള്ള പണികളുണ്ടാവും അല്ലേ. എന്താ പറയുക, എല്ലാവരും നേരത്തെ എണീക്കുന്ന ഒരു ടൈപ്പായിരുന്നു കുറച്ചു കാലം മുന്നൊക്കെ ആണെങ്കിൽ. ഇപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ? ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലഘട്ടം, നമ്മളൊക്കെ മടിയന്മാരായി അല്ലേ. എണീക്കണം തന്നെ 7 മണിക്കായിരിക്കും. 7 മണിക്ക് തന്നെ എണീച്ചു അല്ലേ. ഇപ്പോൾ 9 മണിക്ക് പോകേണ്ട കോളേജാണെങ്കിൽ 8 മണിക്കൊക്കെ ചിലവരിങ്ങനെ തല പൊങ്ങി എണീക്കുള്ളൂ അല്ലെ. വീട്ടുകാരായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പൊതുവെ നമ്മളുടെ കാലഘട്ടമാണെങ്കിൽ. ഇനി നമ്മളാണല്ലോ അടുത്ത അച്ഛനും അമ്മമാരും അല്ലേ, അടുത്ത എന്താ പറയുക പാരൻസായിട്ട് വരുന്ന ആൾക്കാരും. എല്ലാ രീതിയിലും നിങ്ങളാണ് സ്റ്റുഡൻസ്, അടുത്ത ജനറേഷനാണ് നിങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ മടിയന്മാരായി. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവെ നമ്മളുടെ ഒരു ജനറേഷൻ അങ്ങനെ ആയി വരുന്നുണ്ട്. പണ്ടത്തെ ഇപ്പോൾ അടുത്ത നമ്മളുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു? അവരൊക്കെ 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും എണീക്കണേ. എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീട്ടിൽ പണി ഉണ്ടെങ്കിലും നമ്മളെ കണ്ണിൽ അത് കാണൂല, പക്ഷെ അവരെ കണ്ണിൽ ആ പണികളൊക്കെ കാണും. അവർ രാവിലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വെറുതെ നടക്കുന്നവരുണ്ടാവും. ചിലവർ എന്താ പറയുക, അങ്ങനെ വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങണവരുണ്ടാവും. രാവിലെ തന്നെ ഒരു പണിയില്ലെങ്കിലും അവർ അങ്ങാടിയിൽ ഇറങ്ങും. ചിലപ്പം മീൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങുന്നവരുണ്ടാവും, ചിലപ്പോൾ വെറുതെ ചായ കുടിക്കാൻ പോകുന്നവരുണ്ടാവും അങ്ങാടിയിലേക്ക്. നമ്മളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? രാവിലെ എണീക്കണ പരിപാടിയേ ഇല്ല. ഇനിയിപ്പോൾ ലീവാണെങ്കിൽ തീരെ പറയണ്ട, 10 മണിയായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ നമ്മളുടെ പീക്ക് അവേഴ്സ്, നമ്മളൊരു പീക്ക് അവർ എന്ന് പറഞ്ഞൊരു
ടൈം ലിമിറ്റ് പണ്ട് പറയാറുണ്ട് 6 to 8 മണി അല്ലെങ്കിൽ 5 to 8 മണിയാണ് പീക്ക് അവേഴ്സ്. അപ്പോൾ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഫുള്ള് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതൊക്കെ ബേസിക്കലി നമ്മളെ സിറ്റി ഏരിയയിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ബേസിക്കലി ഫോളോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് വരിക, വേസ്റ്റേജ് കുറയും. ഓക്കെ, അതേപോലെ തന്നെ ചീപ്പറായിരിക്കും ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 2 സിസ്റ്റം, വാട്ടർ സപ്ലൈ സിസ്റ്റം. ഏതൊക്കെയാണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സിസ്റ്റം, ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് വാട്ടർ സപ്ലൈ, വാട്ടർ സപ്ലൈ എന്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കണത്, ഓരോ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കണ വെള്ളം എങ്ങനെ വേണം, അതിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പിന്നെന്താണ് റീസണബിൾ കോസ്റ്റ്, കൺവീനിയൻറ്റ് പോയിന്റ്. ഓക്കെ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സേഫ് ആയിരിക്കണം വെള്ളം, സേഫ് ആൻഡ് വോൾസം വാട്ടർ ആയിരിക്കണം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കണം. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എന്താ, എല്ലായിടത്തും ഒരേപോലെ ഉള്ള വെള്ളം വേണം കിട്ടാനായിട്ട്, ഒരേ അളവിൽ. അതാണ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി. പിന്നെ പറഞ്ഞെന്താ, റീസണബിൾ കോസ്റ്റ്. ഓക്കെ, ഒരു നിശ്ചിത അളവ് പൈസ കൊടുക്കണം. എന്തുകൊണ്ടാണ് പൈസ ചാർജ് ആക്കണം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വെള്ളം കളയും. അതുകൊണ്ട് റീസണബിൾ കോസ്റ്റിൽ വേണം കൊടുക്കാനായിട്ട്. പക്ഷെ അതും വിചാരിച്ചിട്ട് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇതാക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞെന്താണ്, റീസണബിൾ പോയിന്റ്, കൺസിഡറബിൾ പോയിന്റിൽ സപ്ലൈ ചെയ്യണം. എല്ലാ സ്ഥലത്തും വെള്ളം എത്തണം, ആ രീതിയിൽ വേണം ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, 2 തരത്തിലുള്ള വാട്ടർ സപ്ലൈ സിസ്റ്റമാണ്. ഒന്ന് കണ്ടിന്യൂസ് സിസ്റ്റം, ഒന്ന് ഇൻ്റർമിറ്റൻറ്റ് സിസ്റ്റം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വെള്ളം ഉണ്ടാവും. അപ്പോൾ വേസ്റ്റേജ് കൂടും. ലീക്കേജ് വന്നു കഴിഞ്ഞാൽ കുറേ വെള്ളം എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും പൊട്ടലോ ചീറ്റലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ലീക്കേജ് വരാൻ സാധ്യത കൂടുതലുണ്ടാവും. പിന്നെന്താണ്, ഒരു കോസ്റ്റ്ലിയർ സിസ്റ്റമാണ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഇൻ്റർമിറ്റൻറ്റ്. ഫിക്സഡ് ടൈമിൽ മാത്രമേ വെള്ളം സപ്ലൈ ചെയ്യുള്ളൂ. ബേസിക്കലി സിറ്റി ഏരിയാസിലാണ് നമ്മളിത് ചെയ്യുക. റിപ്പയറിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല എന്താണ് സുഖമാണ്. എന്താ വെച്ചാൽ ആ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ വെള്ളം വരുള്ളൂ. ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വാട്ടർ ലീക്കേജ് ഉണ്ടാവില്ല. അതുകൊണ്ടെന്താണ് വേസ്റ്റേജ് കുറവായിരിക്കും. അതുകൊണ്ട് ഇതൊരു ചീപ്പർ സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട്, ഇതിൻ്റെ ഷോർട്ട് നോട്ട് ഒരു 3 എന്താ പറയുക, ഒരു പേജിൽ എഴുതാവുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ നോട്ട് എഴുതിയിട്ട് ഈ ഗ്രൂപ്പിൽ തന്നെ എന്ത് ചെയ്യണം, അയക്കണം.